ചായക്കപ്പം എന്താ വില? പഞ്ചസാര ഇട്ടിട്ടാണോ? ആ, ദൈവം സഹായിച്ച് ബാക്കിയുള്ളവൻ ഏതാനും ഒരു ബൈക്ക് പോലും ഇല്ല. അതെങ്ങനെയാ? കയ്യിലൊറ്റ പൈസ ഇരിക്കില്ല. 10 വന്നാൽ 20 ചെലവാ. ഇനി ഒന്ന് നോക്കി വേണം ചെലവാക്കാൻ. സാറേ ഒരു ടിക്കറ്റ് കിട്ടേ? കീറണ്ട. ഇല്ലെങ്കിൽ തന്നെ മനുഷ്യനിവിടെ ചെലവ് കാരണം കീശ കീറിയിരിക്കുക. അപ്പോഴാ അതൊക്കെ നമുക്ക് തയ്ക്കണ്ടേ സാറേ? നമുക്ക് വേണ്ട, ഞാൻ ആയിക്കോളാം. ചേട്ടൻ തെല്ല്. വഴി കൂടെ പോണ വണ്ടിയും കാറും ഒക്കെ കണ്ടിങ്ങനെ വെള്ളം ഇറക്കിയിരുന്ന മതിയോ? സാറിന് വലിയ ആഗ്രഹം. അതിന് ഞാൻ വല്ല സ്മഗ്ലിങ്ങും ചെയ്യേണ്ടി വരും. സ്മാഗിലിങ്ങിനൊന്നും പോകണ്ട സാറേ, സാറിന്റെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ചാൽ മതി. എന്റെ സാറേ, ഈ കാണുന്നവരൊക്കെ സ്ഥിരമായിട്ട് ലോട്ടറി എടുത്തോണ്ടിരുന്നവരാ. അതല്ലേ ഇവരിന്ന് സൂഹിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വില കൂടിയ കാറൊക്കെ വാങ്ങാനുള്ള കാശ് ഇവർക്ക് എവിടുന്നാ? ശരിയാ, ഞാനും ആലോചിച്ചു. ഏറ്റവും ഞാൻ തോന്നുന്നത് പൊന്ന് സാറേ, ഉദാഹരണത്തിന് ഈ ടിക്കറ്റ് കണ്ടോ? കണ്ടു. ഇതടിച്ച സാറിന് ടാക്സും കഴിഞ്ഞ് 1.5 കോടി രൂപയാ കൈ കിട്ടാൻ പോകുന്നത്. 1.5 കോടി രൂപയാ? സാറ് വെറും 50 രൂപ മുടക്കിയാ മതി. പിന്നെ ഈ മാട്ടക്കട വന്നിട്ട് ചായ കുടിക്കുന്ന കാര്യമൊന്നുമില്ല സാറേ. നമ്മുടെ കടയെ പറ്റി കുറ്റം പറയണ്ട. ഒരു കച്ചവടം നടക്കാൻ നേട്ടാ, വിട്ടുകളാ സാറേ. സാറേ ഒരു ടിക്കറ്റ്. ഇത്തവണത്തെ പ്രൈസ് ഫസ്റ്റ് പ്രൈസ് സാറിന് തന്നെയാ, ഉറപ്പ്. ചേട്ടന്റെ നാക്ക് അല്ല കരുതാക്ക, സാറിന് അടിക്കും സാറേ, ഗ്യാരണ്ടിയാ. എന്റെ നാരായണ, 1.5 കോടി രൂപ അടിച്ച ഒരു കുപ്പി എണ്ണ മേടിച്ച് ഒഴിച്ചോളാമേ. ആഹാ, ഓടി കാറ് കിടിലം. 50 ലക്ഷം രൂപ മുതലുണ്ടാ? എന്താ കയ്യിലുണ്ടോ 50 ലക്ഷം രൂപ? ഉണ്ടാവുമ്പോ വാങ്ങാലോ. അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അതെന്താ? എടാ, ഇവിടെ സ്ഥിര ജോലി ഉള്ളവൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല 50 ലക്ഷം. പിന്നെയാണ് ഒരു പണിക്കും പോവാത്ത നീ. അങ്ങനെയുള്ളവർക്കല്ലേ ഇത്. ഇതെന്താ കണ്ടാ മനസ്സിലാവില്ലേ? ലോട്ടറി ആണാ? അത് മനസ്സിലായ ലോട്ടറി ആണെന്ന്. ഇതെന്തിനാ എന്നെ കാണിക്കുന്നതെന്ന് ചോദിച്ചു. നീ പറയുന്ന പോലെ ഒന്നല്ല കാര്യങ്ങള്. നമ്മൾ ഇന്ന് കാണുന്ന മിക്ക പണക്കാരും പണ്ട് ലോട്ടറി എടുപ്പുകാരായിരുന്നു അത്രേ. അറിയോ നിനക്ക്? ആഹാ, അതെനിക്കൊരു പുതിയ അറിവാ. ഏതായാലും ഇത് അടിച്ചാ തുടങ്ങുന്ന അടിച്ചുപൊളി പിന്നെ അത് തീർത്തിട്ടേ നിർത്താവും. ആഹാ, അത് കുറച്ച് പൊളിക്കും. എനിക്ക് കൊച്ചിയിലൊരു വില്ലയും സ്വന്തമായിട്ടൊരു ഓടി കാറും പിന്നെ സ്വന്തമായിട്ടൊരു തിയേറ്ററും വാങ്ങണം. അതിനെ ഇത് 2 കോടി രൂപ ടിക്കറ്റ് അല്ലേ? ടാക്സ് എല്ലാം പോയിട്ട് ഏതാണ്ട് 1.5 കോടി രൂപ കിട്ടും. അത് 5 ആയിട്ട് ഡിവൈഡ് ചെയ്താല് ഏതാണ്ടല്ല ഒരു 30 ലക്ഷം രൂപ കിട്ടും. അതിനിത് ആര് ഡിവൈഡ്? അല്ലാതെ പിന്നെ മുതൽ മുടക്ക് ഞങ്ങളുടേതാ. നീ ഇതിൽ ഞങ്ങളുടെ വെറും ബിനാമി മാത്ര. എന്തെങ്കിലും തരുന്നതിന് പകരം ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാന്ന് വിചാരിച്ചപ്പോ അവൻ അഹങ്കാരം. ഏത് മുതല്? ആര് മുടക്കി? ഇത് റോയിച്ചന്റെ പൈസയാ. റോയിച്ചന്റെ കാശെന്ന് പറഞ്ഞാ എന്റെയും കൂടിയാ. എന്റെ എന്ന് പറഞ്ഞാ പാറുന്റെ സാറയുടെയും കൂടിയാ. നീ അധികം കളിച്ചാണ്ടല്ലോ. ബിനാമിയാണെന്ന് ഞാൻ നോക്കില്ലാട്ടാ. ചക്ക, വെറുതെ സുനാമി ബിനാമി എന്ന് പറഞ്ഞ ആളെ മടിയാക്കല്ലേ. മര്യാദയ്ക്ക് ആ ടിക്കറ്റിങ് എടുത്തേ. ഷെയറിങ്ങിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ട് മതി ഇനിയത്തെ കളി. ടോണി എന്താടാ? 6 ടോണി ഷെയർ 6ാമത്തെ ഷെയർ മതിയാ? അതിനി വേണോ? അവന് കിട്ടേണ്ടത് എന്റെ അമ്മോ.